ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് മാത്രം ഉണ്ടാക്കി നോക്കിയതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നി, അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ പാനിപൂരിയൊക്കെ കഴിക്കില്ലേ, അപ്പം ഉണ്ടാകുന്ന ആ ഒരു ഫ്ലേവർ ആട്ടോ ഇതിന്. പിന്നെ നമ്മൾ പാനിപൂരി കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടക്ക് കഴിക്കാൻ തോന്നില്ല, അതേപോലെ നന്നായിട്ട് കഴിക്കാൻ ഫീൽ ചെയ്യുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഈ മുളക് പൊടിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അത് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഒന്നല്ല, നമ്മുടെ പുളിയാണ് കേട്ടോ, പുളീൻ്റെ പേസ്റ്റാണ് കേട്ടോ. കുറച്ച് നേരം പുളി ഒന്ന് വളരെ കുറഞ്ഞ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ നമുക്കിതുപോലെ പുളി പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാനിപ്പോൾ മിക്സ്ചറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൽ ചേർക്കുന്നത് നമ്മുടെ പാനിപൂരിയിലൊക്കെ ഇടുന്നൊരു മിക്സ്ചർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, സേവോ അങ്ങനെ എന്തോ പറയുന്നത്, അതാണ് യൂസ് ചെയ്യുക. പക്ഷേ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ മിക്സ്ചറാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഏത് ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ 50-50 ബിസ്ക്കറ്റില്ലേ, അത് വാങ്ങിക്കുക. എന്നിട്ട് അതിന് നടുക്കിലേക്ക് നമ്മുടെ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വേറൊരു ബിസ്ക്കറ്റ് കൊണ്ട് അതിന് കവർ ചെയ്യുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡൊക്കെ ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്യുക, 4 സൈഡും ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്നാക്ക് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു സ്നാക്കാട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്